എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഒരു ടാക്സിയിൽ ആളൊക്കെ ഉണ്ട്. അപ്പോൾ അവളുടെ കൂടെ ഇങ്ങനെ പോവാണ് ടാക്സിയിലേക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സലാല എയർപോർട്ടിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങൾ. ഇവിടെയൊക്കെ വെള്ളം കണ്ടോ, മഴ പെയ്തിട്ടാ. ഇനി നമുക്ക് ചെരുപ്പ് വാങ്ങണം. നമ്മൾ ഷൂ ഇട്ടിട്ട് ജബൽ സംഹാൻ്റെ ഒക്കെ കയറാൻ വേണ്ടി ഷൂ ഇട്ടിട്ട് വന്നതാണ്. സംഹാൻ കയറേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. കണ്ടോ, ഇതാ അത്ര എയർപോർട്ട്. ഇതൊരു വില്ല അല്ലെങ്കിൽ ഒരു റിസോർട്ടൊക്കെ പോലെ ഉണ്ടല്ലേ. എയർപോർട്ടിൻ്റെ ഒരു ലക്ഷണവും ഇല്ല. നല്ല കാറ് ലാൻഡ് ക്രൂസറൊക്കെയാണ്, പക്ഷെ ചെളി പിടിച്ചിട്ടൊക്കെ എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ കാറും അങ്ങനെ തന്നെ കേട്ടോ. ഈ കാറ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കാറ് ഫുള്ള് കച്ചറയാണ്. പോരാത്തത് ഈച്ചയൊക്കെ അറക്കുന്നത്. പക്ഷേ എനിക്ക് ഈ കാറ് കാണുമ്പോൾ നമ്മുടെ ആടുജീവിതമാണ് ഓർമ്മ വരുന്നത്. ആടുജീവിതത്തിൽ പൃഥ്വിരാജിനെ കൊണ്ടുപോകുന്ന കാറില്ലേ, അതുപോലെ. ഇത് റൈറ്റ് സൈഡല്ലേ ഓടിക്കണ്ടേ? Dubai is nice in work. Yeah, work is nice. Yeah, but climate is not. Yeah. This is very nice. This is same like my country. yeah, Same like Kerala. yeah, very nice. ഇവിടെ കാണുന്നുണ്ടോ? ഇതാണ് നമ്മളുടെ അവിടെ അഡ്നോക്കൊക്കെ പോലെ. ഇവിടെ ഒമാൻ ഓയിൽ എന്നാണ്. എന്ത് രസമുള്ള ലൈറ്റുകളാണ്. ഇതാണ് ക്യാമറ. Nice Dubai, but Here no bus. yeah, but on what? Bus. Bus about what? For local transport. No, bus no. No bus. Huh? No, because not more people. Only 7-8 people come to here in Sahara. ഇവിടെയൊക്കെ പ്രാചീന കാലത്തെ പോലെയാണ് ഈ സ്ട്രീറ്റ് ലൈറ്റ്സുകളൊക്കെ വെച്ചിരിക്കുന്നത്. ആ ഒരു ഡിസൈനാണ്. നല്ല ഓലമീന കടകൾ. എന്തോ ഒരു സ്ട്രീറ്റിൻ്റെ പേര് ഇവിടെ ഞാൻ വായിക്കാൻ പറഞ്ഞു. നമ്മളിപ്പോൾ വരുണിനെ കണ്ടു കേട്ടോ. ഇപ്പോൾ വരുണിൻ്റെ അനന്തര ആണ്, ഉള്ളിലാണ് നമ്മൾ. എന്തൊരു ഭംഗിയാണെന്നറിയോ അല്ലേ? എന്ത് രസത്തിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വെള്ളവും എൻ്റെ മോളെ അപ്പുറത്ത് കാണുന്ന കടലാണ്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്ത് രസമാണ്. നമ്മളുടെ നാട്ടിലെ കടലിങ്ങനെ അടിച്ചു കയറി വരില്ലേ, അതേപോലെ ഉണ്ട്. എനിക്ക് സന്തോഷമായി. എൻ്റെ കൺകുളിർക്കെ എന്താ പറയുക, എനിക്ക് കടലെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും സ്നേഹിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് എനിക്കിങ്ങനെ ഒയ്യോ. അബുദാബിയിലത്തെ കടലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശോകമാണ്. നമ്മൾ പറയില്ല ഇത് കടലിലേക്കാണോ പോയി കായലിലാണോ പോയെന്ന്. അപ്പോൾ ഈ കടൽ കാണാൻ വേണ്ടിയല്ലോ എൻ്റെ മനസ്സ് നിറഞ്ഞു. എനിക്കിങ്ങനെ കടലിൽ വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓ മൈ ഗോഡ്. അപ്പോൾ അങ്ങനെ ഇതാണ് മക്കളെ ഹെവൻ. ഇവിടെ നല്ല തണവായതുകൊണ്ട് ദൂരത്തേക്കൊന്നും കാണുന്നില്ല. മഞ്ഞാണോ കോട കെട്ടി നിൽക്കുകയാണോ കടലിൻ്റെ ഭംഗി പോലും മനസ്സിലാവുന്നില്ല. കാരണം നമ്മളുടെ വിഷൻ ഫുള്ള് ബ്ലേഡായിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. ഓ മൈ ഗോഡ്, അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ കടലിൻ്റെ? സത്യം പറയാലോ എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്ലിപ്പർ വാങ്ങിച്ചു അവൻ്റെ അടുത്തുനിന്ന്. അതിനറിയാം. ഓ ഓടിപ്പോണത് പെട്ട് വെള്ളത്തിൽ പെട്ട് ഇല്ല. അതപ്പോഴേക്കും ഓടി വരും മോനെ. എത്തി എന്താ അതെന്തിട്ടാ സാധനം നിൽക്കണം കൂടി ഇല്ല. ഗൈസ് നമ്മളില്ലേ ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നതാണ്. ഇവിടെ
സലാലയിലുള്ള ഒരു ഗ്രാൻഡ് മാളാണിത്. അപ്പോൾ ഇവിടേക്ക് വന്ന് നമുക്ക് ആവശ്യമുള്ള വെള്ളവും പിന്നെ കുറച്ച് 2 ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടിയിലേക്ക് വെക്കാനുള്ള ഈ കാറിൻ്റെ ചാർജേഴ്സൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത് വാങ്ങിച്ചത് നമ്മൾ മുക്സയിൽ അല്ല ഷാദ് വ്യൂ പോയിൻ്റേക്ക് ഇട്ടിട്ട് പോവാണ്. കാരണം ഇപ്പം നമ്മളുള്ളത് എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്താണ്. നമ്മളുടെ ബുക്ക് ചെയ്തിട്ട് ഇരിക്കണത് എവിടെയാണ്? ഈസ്റ്റ് ഭാഗത്താണ്, സലാലയുടെ ഈസ്റ്റ് സൈഡിലാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലമൊക്കെ വെസ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ സെൻറ്ററിലുള്ള വെസ്റ്റ് സൈഡിലും സെൻറ്ററിലുള്ള സലാല എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ട് പോവാന്ന്. പക്ഷെ ടൈം ഓൾറെഡി ഇപ്പോൾ തന്നെ 3:45 കഴിഞ്ഞു. പക്ഷെ എത്ര കവർ ചെയ്യാൻ പറ്റും എന്നറിയില്ല. പക്ഷെ എനിക്ക് 2 എണ്ണമെങ്കിലും മിനിമം കവർ ചെയ്യണമെന്നുണ്ട്. മുക്സൈൽ ബീച്ചും ഷാദ് വ്യൂ പോയിന്റും. അവിടേക്ക് പോവാണ്. നമുക്ക് കാണിക്കുന്നത് ടൈം കാണിക്കാം. കണ്ടോ, 5:18 അവിടെ എത്താന്നാണ് പറയുന്നത്. നമുക്ക് ഇൻഷാല്ലാ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ടയേർഡാണ്. പക്ഷെ നമ്മൾ ഒട്ടും എവിടെയും റെസ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ കുറേ ടയേർഡാണ്. കാരണം നമ്മൾ എഴുന്നേറ്റത് ഞാനൊക്കെ എഴുന്നേറ്റ് 2:10 ഞാൻ എഴുന്നേറ്റിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സമയം 3:45, വൈകിട്ട് 3:45. പക്ഷെ ഒന്നും ഉറങ്ങാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. കൂടി 2 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവൽ ടൈം ഉള്ളൂ. 1.25 മണിക്കൂർ അങ്ങനെ എത്രയേ ഉള്ളൂ. 1.5 അങ്ങനെ അത്രയേ ഉള്ളൂ എയർപോർട്ട്, നമ്മുടെ അബുദാബി എയർപോർട്ടിൽ നിന്ന് സലാലയ്ക്ക്. എങ്കിലും ഞാൻ അതിലൊരു 1 മണിക്കൂറൊക്കെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞു നമ്മൾ എന്തായാലും വരുമ്പോൾ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പക്ഷേ ഇതിപ്പോൾ ഇന്ന് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇരട്ടി നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും. ഞാനാണെങ്കിൽ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങ് അറ്റത്ത് അപ്പുറത്തെ ഇപ്പം നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിപ്പോൾ കവർ ചെയ്തിട്ട് പോയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിലാക്സ് ചെയ്തിട്ടും ട്രാവലിംഗ് കുറച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്കണോമിക്കലായിട്ട് ചിന്തിക്കുവാണെങ്കിൽ ഇതാണ് എളുപ്പം. അപ്പോൾ അത് കാരണം നമ്മൾ റെസ്റ്റ് എടുക്കാതെ നമ്മൾ കവർ ചെയ്യാണ് വെച്ച്. എന്താണോ മീനുമായിട്ടൊന്ന് സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ ഉറക്കണം, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. പക്ഷെ എന്താണോ ഈ പ്രാവശ്യം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. നമ്മൾ വരുണിൻ്റെ അവിടെ പോയപ്പോൾ വരുൺ അറേഞ്ച് ചെയ്തെന്ന ഒരു കാറാണിത്. ഇത് നോക്കൂ, നമ്മളുടെ അവിടെ കൊച്ചിയിൽ ഒരു ബ്രിഡ്ജ് വന്നപ്പോഴേക്കും നമ്മുടെ റോഡിൽ ഫുള്ള് ട്രാഫിക്കും, റോഡ് ഭയങ്കര ചെറുതും, അതിൻ്റെ ഇടയിൽ ഒരു ബ്രിഡ്ജും അങ്ങനെയൊക്കെയല്ലേ. ഇവിടെ നോക്കുക, അവരൊരു ബ്രിഡ്ജ് പണിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ അത്രയും സഫിഷ്യൻറ്റ് റോഡ് സ്പേസ് അവർ ഓൾറെഡി ഇട്ടിട്ടാണ് അതിൻ്റെ ഇടയിൽ അവർ ബ്രിഡ്ജ് പണിയുന്നത്. ഇതൊക്കെയാണ് ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ. അല്ലാതെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ബ്രിഡ്ജ് പണിതിട്ട് അത് നമ്മുടെ നാട്ടുകാർക്ക് തീരാക്കുരുക്കാവ്. ഇങ്ങനെ കുറേ താഴ്വാരത്തിൽ ആടുകൾ മേയ്ക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ആട്ടിടയന്മാർ ഫാമിലിയൊക്കെ കാറിലാണ് ഇവർ കൊണ്ടുവരുന്നത്. പിന്നെ ഇങ്ങനത്തെ കുറേ മലകളുടെ മുകളിൽ ആൾക്കാർ പട്ടം പറപ്പിക്കുന്നത് കണ്ടു. നമ്മൾ ഈ വരുന്ന വഴിയിൽ ടെൻ്റ് അടിക്കുന്നത് കണ്ടു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇന്നിപ്പോൾ ട്യൂസ്ഡേ ആണ്. അപ്പോൾ ഇവർക്കൊന്നും നാളെ വർക്കില്ലേ? അതേപോലെ ഇന്ന് വർക്ക് കഴിഞ്ഞിട്ടല്ലേ ഇവർ വന്നിട്ടുണ്ടാവുക? ഇവരൊന്നും ജോലിക്ക് പോകുന്നില്ലേ? ഇതൊക്കെയാണ് എൻ്റെ സംശയങ്ങൾ. UAE അത്ര നല്ല റോഡുകളല്ല, എന്നാൽ കേരളത്തിൻ്റെ അത്ര മോശം റോഡും അല്ല. അങ്ങനെ ഒരു റോഡ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കുറേ ചാട്ടങ്ങൾ നമ്മൾ ചാടി. പിന്നെ ഇങ്ങനെ ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ മുകളിൽ റൂഫ് ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ആ ഓപ്പൺ സ്പേസിൽ നിൽക്കാൻ പാടില്ല. UAE-ലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഇല്ലീഗലാണ്, റൂളിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പം നമുക്ക് അതിനൊക്കെ ഫൈൻ കിട്ടും. ഇവിടെ അങ്ങനെ ഫൈന് അധികം പ്രശ്നങ്ങളില്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം മിക്ക വണ്ടികളുടെ നമ്പർ പ്ലേറ്റ് വായിക്കാൻ പറ്റാത്ത അത്ര അഴുക്കാണ് വണ്ടികളിൽ ഞാൻ കണ്ടതിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അബുദാബിയിൽ ഇരിക്കാനേ പറ്റില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ
ഫൈൻ അടിക്കണമെങ്കിൽ ക്യാമറ അടിക്കണമെങ്കിൽ നമ്പർ പ്ലേറ്റ് വിസിബിൾ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റണ്ടേ ക്യാമറയ്ക്ക്, എന്നാലല്ലേ ഫൈൻ അടിക്കാൻ പറ്റുക. ഇത് കഴുകാണ്ട് നമ്പർ പ്ലേറ്റ് നമുക്ക് തന്നെ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ക്യാമറയ്ക്ക് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത്ര ഇനി ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പതുക്കെ പോയിട്ടാ കോടയായ പോലെയൊക്കെ ഉണ്ട്. മഞ്ഞാണോ അങ്ങനെ ഭയങ്കര മൂടല് കണ്ടോ, വിസിബിലിറ്റി കുറവാ. ഇപ്പൊ എനിക്കറിയില്ല ഇനി അവിടെ ചെല്ലുമ്പോൾ ഷാർട്ട് വ്യൂ പോയിന്റിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ, എന്തെങ്കിലും കാണാൻ പറ്റുമോ ഒന്നും എനിക്കറിയില്ല. ചിലപ്പോൾ അവിടെ മഞ്ഞ് മൂടി ക്ലൗഡ്സ് മൂടി ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇത്രയും കഷ്ടപ്പെട്ട് പോയത് ഫുള്ള് വെള്ളത്തിൽ കുറച്ച് വര പോലെ ആവുമെന്ന് എനിക്കറിയില്ല. കൂടെ മഞ്ഞിനോ താഴ്വരയിലോ രാത്രി മുല്ലപ്പൂക്കുമ്പോൾ പറപ്പിക്കുന്നത് കണ്ടോ. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ. ഇവിടെ സ്കൂൾ വെക്കേഷൻ തന്നെയാണ് യുഎഇയിലെ പോലെ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഈ ആഴ്ച കൂടെ ഉള്ളൂ. 26-ന് ആണ് റീഓപ്പൺ ചെയ്യുക. 26 പറഞ്ഞാൽ നെക്സ്റ്റ് മൺഡേയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പാരൻസൊക്കെ അത് കാരണം കൊണ്ടായിരിക്കും ഇങ്ങനെ ഇവരെ കാണിക്കാനൊക്കെ ആയിട്ട് വന്നത്. എന്നാലും ഇത്തിരി മഴച്ചാറിലൊക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഇവർ ഈ മഴയും കൊണ്ടിട്ട് പട്ടം പറപ്പിക്കലും ഫുഡ് ഉണ്ടാക്കി കഴിക്കലും നല്ല രസം. എന്തായാലും നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട് നല്ല വൈബ് മൂടിയിട്ട് മുതലായ കാശ് മുതലായി എന്ന് കേട്ടാ മതി. ഇവരായിട്ട് പറയുന്നുണ്ട് ഗൈസ്, ഇത് സ്വിറ്റ്സർലാൻഡോ അങ്ങനെയൊന്നും അല്ല. ഇത് നമ്മളുടെ സലാലയാണ്. സലാല ഒട്ടകങ്ങൾ ഒട്ടകങ്ങൾ ഇവര് ഹലോ ഹായ് ഹലോ ഹലോ ഇത് എത്ര ഹൈറ്റ് ഉണ്ട് ഈ മലാന്ന് പോലും നമുക്ക് മൂന്നാറ്. അന്ന് നമ്മള് പോയപ്പോഴും ഇതേ ക്ലൈമറ്റ് ആയിരുന്നു മൂന്നാറിൽ പോയപ്പോ. ഗൈസ്, ഇവിടെ കടല്, ഇവിടെ മല, ഇവിടെ മല, ഇവിടെ കടല്. എന്തൊരു ഭംഗിയായിരിക്കല്ലേ നമ്മള് മറ്റേ ഡ്രോണിലൊക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ. ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് യെല്ലോ എന്ന് പറയുന്നത് പ്രൈവറ്റും റെഡ് കളർ ആണെങ്കിൽ അത് ടാക്സി ആണെന്നാണ് നമുക്ക് ഇന്ന് കിട്ടിയ അറിവ്. കമ്പനി വണ്ടികൾ അങ്ങനെയൊക്കെ. ഗൈസ്, ഒന്നും കാണുന്നില്ല ഗൈസ്. ഈശ്വര, പിന്നെ ക്യാമറയിലൂടെ നോക്കുമ്പോ പിന്നെയും കാണുന്നുണ്ട്. ഇത്ര തെളിച്ചും പോലും നിങ്ങളിത് കേക്കണം. അതില്ലേ മാപ്പില് ഒരു വഴി മാപ്പിൽ കൊടുത്തിരിക്കുന്ന വഴി ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അവിടെ. ശരിക്കും റിയലി അത് അവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മാപ്പുകാർ പറയുന്നത് അങ്ങനെ പോയിട്ട് തിരിച്ച് വേറെ റൂട്ടിൽ കൂടെ തിരിച്ച് യൂട്ടേൺ അടിച്ചിട്ട് വരാനാണ്. ഈ വീഡിയോയായിട്ട് മാപ്പ് പറയണ പോലെ ചെയ്യാന്നല്ലാണ്ട് ഞാൻ പറഞ്ഞു അവിടെ പാർക്കിങ്ങിന്റെ സ്പേസ് ഉണ്ട്. ആ പാർക്കിങ്ങിന്റെ സ്പേസിൽ ഇട്ടിട്ട് തിരിച്ചിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ച് ആ റൂട്ടിലേക്ക് കയറാലോ എന്ന് പറഞ്ഞേ. സമ്മതിച്ചില്ലേ. എന്നിട്ട് വേറെ വഴി കൂടെ ഒക്കെ ആ മാപ്പിൽ പറഞ്ഞ പോലെ തന്നെ പോയി കറങ്ങി തിരിഞ്ഞ് വന്ന് അതുപോലെ വന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഗേൾസ് പറയുമ്പോ ഈ ബോയ്സിന്റെ വിചാരം നമുക്കൊന്നും അറിയില്ല, നമ്മൾ പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ മണ്ടത്തരാവോ, ഇവരെന്തറിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത്. അങ്ങനത്തെ നമ്മള് അത്രയും ആ ഒരു ലെവലിന് താഴെ അവർ കാണുന്ന രീതിയിലായിട്ടാണ് അവർക്ക് അങ്ങനെ തോന്നണേന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?
ചോദിച്ചു കഴിഞ്ഞാൽ പറയാം അങ്ങനെയൊന്നല്ല അതങ്ങനെയൊന്നല്ല എന്നൊക്കെ പറയും. വിനാട്ടിൽ കാണുന്നുണ്ടോ ആ കയറ്റം? നമ്മുടെ ഈ കാറൊക്കെ കേറുവോ? പേടിയാവാ. ഇവിടെ വന്നപ്പോ അത് കയറ്റായിട്ട് തോന്നുന്നില്ലല്ലോ ഈ റോഡ്. ഇന്ന് വരുമ്പോൾ എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കണ്ടില്ലേ ഒരു കറുത്തായിട്ട് എന്നിട്ട് ഇത് പാറയാണോ മണലാണോ? പക്ഷെ അതൊക്കെ ഡെസേർട്ടിന്റെ പൂഴിമണലാണ്, പക്ഷെ അതിന്റെ മുകളിൽ കറുപ്പുണ്ട്. പക്ഷെ ഇത് കല്ലാന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ പാറയാണ്. പക്ഷെ അതെന്താ ഇത്? ട്രെയിനിൽ പോകുമ്പോൾ ഇതൊന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു വ്യൂ പോയിന്റിൽ പോയിട്ട്. നിങ്ങൾക്കറിയോ നമ്മൾ ഇത്രയും സഞ്ചരിച്ചിട്ട് ഇനിയുണ്ട് 29 മിനിറ്റ്. എന്തായാലും ബ്ലോഗ് ആക്കി വിട്ടമ്മ എന്റെ ഒമാനി യാത്ര. ഈ മഞ്ഞിന്റെ കനം കൂടി തുടങ്ങിയത് വെള്ളത്തുള്ളികള് കനം കൂടി തുടങ്ങിയപ്പോ കണ്ട വെള്ളത്തുള്ളികളായി മാറി മഞ്ഞ്. തിരിച്ചു പറഞ്ഞട്ടാ ഈ യെല്ലോ വര നോക്കിയിട്ട് ഞാൻ പോണ അറിയോ നിങ്ങൾക്ക്? ഈ യെല്ലോ വര കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ട് എനിക്ക് കാണാം. വൈറ്റും കാണാം എങ്കിലും. എനിക്ക് മറ്റേ റാസൽ കൈവില് നമ്മള് 3 ഡിഗ്രിയിലൊക്കെ പോയിട്ട് പക്ഷെ രാവിലെ മഞ്ഞ് മൂടിയിട്ടല്ലേ ഉണ്ടായിരുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ തൊട്ടടുത്തിരിക്കുന്നവരൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഫുള്ള് മൂടൽ പോലെ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ വന്നപ്പോണ്ട് പെട്ടെന്ന് ഇത്രയും സ്കൈ ഇത്രയും ക്ലിയർ ആയി. ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും വ്യൂ പോയിന്റിൽ. സ്വിറ്റ്സർലാൻഡ് കണ്ടിട്ടുണ്ടോ ഓ ഇതാണ് നമ്മള് കാണാറുള്ള സംഭവം. ഹലോ, നമ്മളിവിടെ എത്തി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഷാത്ത് വ്യൂ പോയിൻറ്റ്. അപ്പോൾ നല്ല വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല വ്യൂ പോയിൻറ്റിൽ നിന്നിട്ട്. ഫുള്ള് മഞ്ഞ് മൂടിയിട്ട്. പിന്നെ അവിടെ ഇങ്ങനെ ഹൈറ്റ് നമുക്ക് അങ്ങനെ നിവർന്ന് നടക്കാനൊന്നും പറ്റില്ല. പാറ അത്രയും അടിവരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നൂഴ്ന്ന് വേണം പോകാനും വരാനൊക്കെ. അത് പക്ഷേ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ വിഷമം തീർക്കാനായിട്ട് നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ രക്ഷയില്ല, നല്ല അടിപൊളിയായിരുന്നു. വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായുള്ളൂ. ആ വിഷമം തീർക്കാനായിട്ട് ഈ വ്യൂവിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പാട്ട്, ഡാൻസ്, റീല് ഇങ്ങനെ ഓടുക, അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്ത് നമ്മൾ ആ ഒരു നിർവൃതി അടഞ്ഞു. ഇത് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് മറ്റേ ആരാരോ കൂടെ സിനിമയിലെ ആ മൂവിയൊക്കെ കേട്ടോ ഓർമ്മ വരുന്നത്. ആ ഒരു ക്ലൈമറ്റിൻ്റെ ചേർന്ന പാട്ടൊക്കെ ആയിരുന്നല്ലോ ആ സമയത്തൊക്കെ. ഐ മീൻ ആ മൂവിയിൽ അങ്ങനത്തെ പാട്ടുകൾ ഒക്കെ ആണല്ലോ, ആ വെതറാണല്ലോ. ഗൈസ്, നമ്മളിപ്പോൾ വന്ന് മുക്സെയിൽ ബീച്ചിലെത്തിയേ. അപ്പോൾ നമ്മൾ ബ്ലോ ഹോള് കാണാൻ വേണ്ടി പോകാമെന്ന് വെച്ചപ്പോൾ സമയം കണ്ട 7:12 നമുക്കറിയില്ല. എങ്കിലും ഇവിടം വരെ വന്നിട്ട് അവിടെ പോവാതെ എങ്ങനെ തിരിച്ച് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ്.
ഈ കുട എന്തിനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ മഴയൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ടിങ്ങനെ തൂളുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി വല്ല അസുഖം വരണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തതാ. അപ്പോൾ ഈ മുക്സൽ ബീച്ചിൻ്റെ അവിടെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു കേവൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് രാവിലെ വരണടാ, വരുമോ നോക്കാം. ഇവിടെ പ്ലാനിങ്ങിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യാം. നാളെ ഏർലി സ്റ്റാർട്ട് ചെയ്താൽ മതി. നാളെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാനോ? ഏർലി സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് അപ്പിസോണ്ട് പരിപാടി വയ്ക്കുക. അടുത്ത ദിവസത്തേക്ക് പരിപാടിയിൽ ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ സേഫിൽ പോയാൽ മതി. ഇതെന്താ ഇത്? കടലല്ലേ ഇത്? അതൊരു ഭീകരമായ ഒരു ഒച്ച തന്നെയായിരുന്നു അത്. ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു, ഡിന്നർ കഴിക്കാൻ വേണ്ടി. എവിടെയാ നല്ലത്? ഇപ്പോൾ നമ്മളെന്തായാലും പോകുന്നത് സിറ്റി ടച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ വരുണിനോട് ചോദിച്ചു നമുക്ക് എവിടെയാണ് പോകാൻ പറ്റുക, ഭക്ഷണം നല്ല ഫുഡ് എവിടെയാന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവൻ്റെ ഒരു IT മാനേജറിൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇത് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ നമ്പർ പ്ലേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ പ്ലേറ്റിൻ്റെ ഒക്കെ അവസ്ഥ. അതിൽ ആകെ ഒരു 2 കാണുന്നുണ്ട്. ഇതിലെങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിക്കാനാണ് ക്യാമറ? അപ്പോൾ എനിക്കറിയില്ല ഇവിടുത്തെ ഒക്കെ ഫൈനിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ഉണ്ടോ, ഫൈൻ വരുന്നുണ്ടോ, വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഈ ലൈറ്റാണ് നമ്മൾ രാവിലെ കണ്ട ലൈറ്റ്. ഇതിൻ്റെ പല സൈഡിലും ഓരോ ലൈറ്റ് കാണാത്തതെന്ന് വെച്ചാൽ മഴയൊക്കെ പെയ്തിട്ട് നമ്മളെ നാട്ടിലും അങ്ങനെയാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, ഇങ്ങനെ മുട്ടയുടെ പോലത്തെ ഷേപ്പുള്ള ലൈറ്റാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇത് ഈ ചില്ല് ക്ലാരിറ്റി ഇല്ലാതെ കേട്ടോ. അതോ ഇനി ക്യാമറയുടെയാണോ? അല്ല, ഇവിടെയുള്ള ചില്ല് ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് നമ്മൾ ഇപ്പോൾ വീട്ടിലേക്ക് പോയി, വീടല്ല നമ്മളുടെ ഹോട്ടലിൽ ബുക്ക് ചെയ്തിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഫുഡ് കഴിച്ചു, പക്ഷെ അതെനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. സമയം ഇപ്പോൾ 10:22 സമയം. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇത് മലമുകളിലാണ്, ഐ മീൻ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ജബൽ സംഹാൻ്റെ അടുത്താണ്. അപ്പോൾ ആ ഒരു ഹിൽ ടോപ്പ് ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു. മഞ്ഞ് കോടയായതുകൊണ്ട് വഴിയൊന്നും കാണുന്നില്ല. മറ്റേത് കുറച്ച് വെളിച്ചവും കുറച്ച് വണ്ടികളും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഇവിടെ ഇപ്പോൾ വെളിച്ചവും ഇല്ല, വണ്ടികളും ഇല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടികൾ മാത്രമേ കാണുന്നുള്ളൂ. ரொம்ப ടെൻഷൻ ഉണ്ടോടാ. നേരത്തെ ലൈറ്റെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പം അതും ഇല്ല. ഇവിടെ പശു നമ്മൾ വരുമ്പോൾ കണ്ടേ, പശു, കഴുത, കാള, പിന്നെ അങ്ങനെ ഇവരൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഫുള്ള് ഇരുട്ടുമാണ്. ഇനി കണ്ടോ, ഇനി 18 മിനിറ്റ് ഉണ്ട്, 19 കിലോമീറ്റർ ഉണ്ട്. ഈ ഇരുട്ടത്തൂടെ പോകേണ്ട കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ്. കണ്ടോ, അത് ഇങ്ങോട്ട് വരുന്നേ പശു അപ്പിട. എൻ്റെ പൊന്നു ദൈവങ്ങളെ, നിങ്ങൾ കാണുന്നുണ്ടോ? ഭയങ്കര റിസ്കി ഏരിയ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കാണുന്നില്ല. ലൈറ്റിൻ്റെ ആണോ നമ്മുടെ ഇതാണോ? ഇനിയാണെങ്കിൽ ഇനിയും ഉണ്ട് 4.6 കിലോമീറ്റർ. ശരിയാ, ഡിമ്മാണ് പിന്നെയും നല്ലത്. ഫോക്ക് ലാമ്പിന് ഇട്ടാല് മറ്റുള്ളവർക്കല്ലേ ഉപകാരം, നമുക്കുണ്ടാവോ? എന്നിട്ടുണ്ടാവോ?
നമുക്ക് കാഴ്ച അതായത് അടിയിൽ അടിക്കുക. അപ്പോൾ സ്കാറ്ററിങ് കുറച്ച് കുറയും. മഞ്ഞപ്പോഴും കുറച്ചുകൂടി നമ്മുടെ വിൻഷീൽഡിൻ്റെ ഹൈറ്റിലുണ്ടാവുള്ളൂ, റോഡിലുണ്ടാവില്ലല്ലോ. ഇനി 2 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ആ നടുക്കിലത്തെ സ്റ്റോണ് മാത്രം കാണുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. എനിക്ക് ടെൻഷനാവുന്നു ദൈവമേ. സത്യം അച്ചൊക്കെ ഉണ്ടെങ്കിൽ പേടിച്ചപ്പോ ഹൃദയടിപ്പൊക്കെ കൂടുന്നു, നെഞ്ചിടിപ്പ്. നമുക്ക് നാളെ 6:30 ആകുമ്പോഴേക്കും വരാട്ടാ ഗൈസ്. ഇത്രേ ഉള്ളൂ. 600 മീറ്റർ, വെറും 1 മിനിറ്റ് ദൂരം. സ്ലോ സ്ലോ സ്ലോ. ഇവിടുത്തെ എന്താന്ന് പോലും അറിയുന്നില്ല. വ്യൂ ഓഫ് അതിങ്ങടെ തന്നെ ലൊക്കേഷൻ കാണിക്കുന്നത് ഇങ്ങനെയല്ലേ? ഈ ലൊക്കേഷൻ അടിച്ച് കറക്റ്റ് അല്ലേ കണ്ണ? അല്ലേ? ഞാൻ ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടായോ? നീ ഗൂഗിളിൽ നിന്നല്ലേ എടുത്തത്? എന്റെ ദൈവമേ. ഇപ്പോ 200 മീറ്റർ ഉണ്ട്. അല്ല, നീ ഗൂഗിളിൽ കണ്ടതാണ്. തൊട്ടടുത്ത് ഈ റോഡിന്റെ അടുത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. അതാണ് ലൊക്കേഷൻ. അവിടെ എന്തൊക്കെ ലൈറ്റ് ഉണ്ട്. സംഭവം തന്നെ. പൊന്നു റൈറ്റ് എടുക്കടാ. മുന്നിൽ പോ. അവിടെയാന്നുണ്ട് വഴി. റെസ്റ്റോറൻറ്റോ? അവിടെ പാർക്ക് ചെയ്തോ. ഇതൊരു നമ്മളെപ്പോലെ ഇത് ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ അയാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇത് തന്നെയാണെന്ന് പറഞ്ഞു. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് മാത്രമാണ് നമ്മൾ കണ്ടതേ. നമ്മൾ ജസ്റ്റ് വിളിച്ചു നോക്കിയേ ആണെന്ന് പറഞ്ഞു. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ദൈവമേ, പ്രേതാലയം പോലെ ഉണ്ടല്ലോ. ആ അയാൾ കൊണ്ടുവച്ചാ നമ്മുടെ ബാഗ്. അങ്ങനെയൊക്കെ അപ്പുറത്തൊക്കെ കാണുന്നുണ്ട്. കുഴപ്പമില്ല, വൃത്തിമെടുപ്പൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പോൾ സി യു. അപ്പോൾ ഇനി നാളെ ഞങ്ങൾ ഉറങ്ങി എണീറ്റിട്ട് കാണാം കേട്ടോ.